പ്രൈസ് ദി ലോർഡ്. Praise the Lord. സന്നിഹിതരായിരിക്കുന്ന എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരമുണ്ട്. ഇങ്ങനെയൊരു പ്രോഗ്രാം ആഗ്രഹിച്ചു. ദൈവം അതിനുള്ള മുഖാന്തരങ്ങൾ ഒരുക്കി. ഇവിടെ ഫാസ്റ്റർ സാബു ലൂയിസ് ഇൻട്രഡക്ഷനായി പറഞ്ഞപ്പോഴേ മാത്തുള്ളയുടെ പ്രോഗ്രാം, മാത്തുള്ളയുടെ ബൈബിൾ സ്റ്റഡി എന്ന് പറഞ്ഞു. ദേവിയിൽ അങ്ങനെ പറയരുത്. എൻ്റെ പ്രോഗ്രാമല്ല, എൻ്റെ ബൈബിൾ സ്റ്റഡിയുമല്ല, ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ബൈബിൾ സ്റ്റഡിയാണ്. അതെന്തുകൊണ്ടാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ നാട്ടിലൊരു രീതിയുണ്ട്, സാറിന് ഒരു പേര് വീണ് കഴിഞ്ഞാൽ അത് വീണത് തന്നെ, പിന്നെ അത് മാറ്റാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് നിങ്ങൾ മാത്തുള്ളയുടെ ബൈബിൾ സ്റ്റഡി എന്ന് പറയരുത്. അങ്ങനെ ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം, നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റി ഇവിടെ കായികമായിട്ടും മാനസികമായിട്ടും സാംസ്കാരികമായിട്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ഇവിടെ വളരണം. നമ്മുടെ തലമുറകൾ പോലും അതുപോലെ തന്നെ വളരെ ഹെൽത്തിയായി മുമ്പോട്ട് വരണമെന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടായി. അതുകൊണ്ട് ഒരു അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന മാതിരി ഞങ്ങളെക്കൊണ്ട് ചെയ്യാവുന്ന ഒരു ചെറിയ കാര്യം, അതിനൊരു തുടക്കം ഇടണമെന്ന് ആഗ്രഹിച്ചു. ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. ദൈവം അതിനുള്ള മുഖാന്തരങ്ങളൊക്കെ ഒരുക്കി നമ്മൾ ഈ ദിവസം ഇന്ന് അതിന് വന്നിരിക്കുകയാണ്. ദൈവത്തിന് നന്ദി പറയുന്നത്. ഞങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ക്ലാസ്സുകൾ, ഞാൻ ക്ലാസ് എടുക്കാൻ എന്ന് പറയുമ്പോൾ ക്ലാസ് എടുക്കുന്ന ആളുടെ യോഗ്യതയെ പറ്റി നിങ്ങൾ ഉടനെ ചോദിച്ചെന്നിരിക്കും. അത് പറയണമെന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ വന്നത്. പക്ഷേ സമയം നീണ്ടുപോയതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. എടുക്കാൻ ഉദ്ദേശിക്കുന്ന ക്ലാസ്സുകളെ ചുരുക്കമായിട്ടൊന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യം ഞങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ക്ലാസ് ഹൗ ടു മെയിൻറ്റെയിൻ ഗുഡ് ഹെൽത്ത് ബേസ്ഡ് ഓൺ ബൈബിൾ പ്രിൻസിപ്പിൾസ് ആൻഡ് നാച്ചുറൽ ലിവിങ്. ഇത് ബൈബിൾ സ്റ്റഡി അല്ല, ബൈബിൾ സ്റ്റഡിയുടെ ആവശ്യം ഇവിടെ ഇല്ല. എല്ലാ ചർച്ചുകളിലും ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു ബൈബിൾ സ്റ്റഡിയുടെ ആവശ്യമില്ല. ഞങ്ങൾ പഠിപ്പിക്കുന്നത് ബേസ്ഡ് ഓൺ ബൈബിൾ, ഹൗ ടു മെയിൻറ്റെയിൻ ഗുഡ് ഹെൽത്ത് ബേസ്ഡ് ഓൺ ബൈബിൾ ആൻഡ് നാച്ചുറൽ ലിവിങ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഹെൽത്തി ആയിട്ടിരിക്കാനും. ഒന്ന്, നീ വേർപ്പോടെ അപ്പം ഭക്ഷണം. രണ്ടാമത്തെ കാര്യം, വൈൽഡ് സസ്യം നിനക്ക് ആഹാരം കഴിക്കും. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഏറ്റവും വളരെയധികം കാര്യങ്ങളുണ്ട്, അതിലിപ്പോൾ ഞാൻ കിടക്കുന്നില്ല. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ താങ്ങി നിർത്തുന്ന 4 കനക തൂണുകളാണ്. വ്യായാമം, മിതമായ ഭക്ഷണം, ക്ലെൻലിനെസ്, റെസ്റ്റ്. ഈ 4 വിഷയങ്ങളാണ് നമ്മുടെ ആരോഗ്യത്തെ താങ്ങി നിർത്തുന്നത്. അതിൽ ഏറ്റവും ആദ്യം പറഞ്ഞത് വേർപ്പോടെ അപ്പം ഭക്ഷിക്കും, എക്സസൈസാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള എക്സസൈസാണ്. അത് കഴിഞ്ഞാണ് ഭക്ഷണം, മിതമായ ഭക്ഷണം. ഇംഗ്ലീഷ് ചർച്ചിൻ്റെ 7 മഹാപാപങ്ങളിലൊന്നായിട്ട് അവർ കരുതുന്ന ഗ്ലട്ടണിയാണ്, അമിത ഭക്ഷണം. അതുകൊണ്ട് ആ വിഷയങ്ങളെ പറ്റി ഞങ്ങൾ ക്ലാസ് എടുക്കുന്നതായിരിക്കും. രണ്ടാമത്തേത്, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടുമോറോ. ഇന്നിപ്പം മിക്കവാറും ആൾക്കാർ ടെൻസാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ മത്സരം നടക്കുകയാണ്. അപ്പം ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഹിസ്റ്ററിൻ്റെ ഹോബിയാണ് വെച്ച് നാളെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? വെളിപ്പാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാനമാണത്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാനം ഉടനെ സമീപ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് അതിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ അത് സിംബോളിക് ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന കാരണം സാധാരണ ജനങ്ങൾക്കത് മനസ്സിലാക്കുന്നതിന് വളരെ വിഷമമുണ്ട്. അതുകൊണ്ട് ആ സിമ്പിൾസിനെ, അത് പ്രവചനങ്ങൾ നിവൃത്തിയാണ്, ആ പ്രവചനങ്ങളെ അത് മനസ്സിലാകുന്ന ഭാഷയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതൊരു ദിവസം കൊണ്ട് ആ ക്ലാസ് തീരത്തില്ല. അതൊരു ഫ്യൂ വീക്സ്, അത് ആഴ്ചയിൽ ഒരു ദിവസമാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്കാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതെല്ലാവർക്കും സൗകര്യമായിരിക്കും എന്ന് കരുതുന്നു. ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം. അപ്പോൾ അങ്ങനെയാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അടുത്ത ക്ലാസ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മീനിങ് ആൻഡ് പർപ്പസ് ഓഫ് ലൈഫ് ആസ് ദ പാസ്റ്റർ. മൂന്നാമത്തെ ക്ലാസ് ഹൗ ടു കീപ് പീസ് ആൻഡ് ലവ് ഇൻ ദ ഫാമിലി. ഇന്നിപ്പോൾ നമ്മൾ പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലികളൊക്കെ കലുഷിതമാണ്. നമ്മുടെ കുട്ടികൾ പലരും ഇത് കണ്ടാണ് വളരുന്നത്. ഭർത്താവും ഭാര്യയും അവർ സ്നേഹമില്ലാതെ വീട്ടിൽ കലുഷിതമായ അന്തരീക്ഷം കാണുമ്പോൾ അവരുടേതായിട്ടുള്ള പ്രൊട്ടക്ഷനാണ് ഇടിഞ്ഞ് താഴോട്ട് വീഴുന്നത്. കുട്ടികളുടെ ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് പേരൻസ് അവർ സ്നേഹിക്കുന്നു, അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ. അപ്പോൾ അത് കാരണം നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് വിവാഹം കഴിക്കാൻ മടിയാണ്. കാരണം അവർക്ക് ഭയമാണ്. ആ ഭയമൊക്കെ ഒന്ന് മാറ്റി എങ്ങനെ നമുക്ക് നമ്മുടെ വീടുകളിൽ സന്തോഷവും സമാധാനവും
നമുക്ക് സാധിക്കും. ബൈബിളിൻ്റെ ബേസിൽ എങ്ങനെ അത് സാധിക്കും എന്നുള്ളതായിരിക്കും ആ ക്ലാസ് എടുക്കുന്നത്. അടുത്തത് ആസ്ക് ദ പാസ്റ്റർ. ലൈഫിനെ സംബന്ധിച്ച് എന്ത് ചോദ്യങ്ങളും ചോദിക്കാം. ഞങ്ങൾക്കെല്ലാം ആൻസർ ഉണ്ടെന്നുള്ളതല്ല, നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. നിങ്ങളുടെ എക്സ്പീരിയൻസ് അതിനകത്ത് വളരെ മുതൽക്കൂട്ടായിരിക്കും. റബേക്കയുടെ ഗർഭത്തിൽ ശിശുക്കൾ തമ്മിൽ ഭയങ്കര ഫൈറ്റ്, യാക്കോബും ഏശാവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ മുഷ്ടിയുദ്ധം, തൊഴിക്കുന്നു ഇടിക്കുന്നു. അപ്പോൾ റബേക്ക പറഞ്ഞിങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്. അപ്പം റബേക്ക ദൈവത്തോട് അരുളപ്പാട് ചോദിക്കാം. അപ്പം ദൈവം അരുളപ്പാട് കൊടുത്തു, 2 ജാതികൾ നിൻ്റെ ഉദരത്തിൽ നിന്നൊക്കെ പറഞ്ഞു. അത് പ്രവചനമാണ് അവിടെ. അപ്പോൾ ഇന്ന് നമുക്ക് പല കാര്യങ്ങളും ഇതുപോലുള്ള ചോദ്യങ്ങളുണ്ട്. എന്താണ് ഇതിൻ്റെയൊക്കെ അവസാനം എന്നുള്ളത്. അന്നത്തെ കാലത്ത് അരുളപ്പാട് ചോദിക്കാമെന്ന് പറഞ്ഞ് ആദൻസിലുള്ള ഉറക്കൾ നിങ്ങൾക്ക് പരിചയമുണ്ടായിരിക്കും. അതുപോലെ അന്ന് കാലത്ത് അരുളപ്പാട് ചോദിക്കാമെന്നുള്ള ഇതുണ്ട്, രീതി ഉണ്ടായിരുന്നു. ശമൂവേൽ അരുളപ്പാട് ചോദിച്ചവരും ബൈബിളിൽ എഴുതിയിട്ടു. അപ്പം അത് ചോദ്യങ്ങൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു, അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ദൈവികമായിട്ടുള്ള തിയോളജിക്കലായിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ പലർക്കും അവരോട് ഓരോരുത്തർ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി പറയാൻ അവർക്കറിയില്ല. നിങ്ങളുടെ ദൈവം 1 ആണോ 3 ആണോ, ട്രിനിറ്റിയെ പറ്റി അതെങ്ങനെയൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ഇവിടെയുള്ള ഒരു നല്ല പങ്ക് ആൾക്കാർക്ക് അറിയില്ല. നിങ്ങളെന്തോ ട്രിനിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊന്ന് മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നവരില്ലെന്ന് തന്നെ പറയും. അപ്പം നമ്മുടെ കുട്ടികളെ അവരുടെ വിശ്വാസം നഷ്ടപ്പെടുന്നതിന് കാരണം അവരോട് ചോദ്യം ചോദിച്ചാൽ അവരെ ശരിയായ രീതിയിൽ മറുപടി പറയാൻ നമ്മൾ ട്രെയിൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ വിശ്വാസങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഞങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനടുത്തത് സെയിം മനുഷ്യൻ സൃഷ്ടിയോ പരിണാമോ. ഇന്ന് അത്തീസ്റ്റ് ഏറ്റവും ഫാസ്റ്റ് ഗ്രോയിങ് ഗ്രൂപ്പാണ് എത്തീസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് അവരുടേതായിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ തലമുറ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവരെ എങ്ങനെ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി അവർക്ക് നിശ്ചയം ഉണ്ടാകാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ എടുക്കുന്നത്. അടുത്ത ലാസ്റ്റ് പബ്ലിക് സ്പീക്കിംഗ് ക്ലാസ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പിന്നെ സൺഡേ സ്കൂളിൽ പഠിക്കുമ്പോൾ വീട്ടിൽ നിർബന്ധത്തിന് പോയി ഒരു മത്സരത്തിന് ചേർന്ന് ഒരു പാട്ട് പാടാൻ രണ്ട് വരി പാടിക്കഴിഞ്ഞപ്പം ഞാൻ മറന്നുപോയി. ഞാൻ കുറച്ച് നേരം അവിടെ പോയപ്പോൾ ടീച്ചർ പറഞ്ഞു അവിടെ പോയിരുന്നോളാൻ പറഞ്ഞു. അപ്പം അതുകൊണ്ട് എങ്ങനെ ഒരു പബ്ലിക് സ്പീക്കിംഗ് നമ്മുടെ കുട്ടികളെ എങ്ങനെ കോൺഫിഡൻസോടുകൂടി ഒരു വിഷയം പ്രസൻറ്റ് ചെയ്യാൻ അവരെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ്. മറ്റു വിഷയങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാം, നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ. അപ്പോൾ ഈ ഷീറ്റ് ഇവിടെ ആക്കി വെച്ചിരിക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ ഇതിനൊന്ന് എഴുതിയാൽ ഞങ്ങൾക്ക് അറിയാം എത്ര പേര് ക്ലാസ്സിലുണ്ട്, ആദ്യം ഏത് ക്ലാസ് എടുക്കണം എന്നുള്ളത് മനസ്സിലാകും, വളരെ ഹെൽപ്പ് ചെയ്യും. പ്രാർത്ഥനയിൽ ഈ ബൈബിൾ സ്റ്റഡിയെ നിങ്ങൾ ഓർക്കുക. Please uphold in your prayers. Thank you.